ഇതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫംഗ്ഷനിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. ഹിന്ദുസ് ഉണ്ടോ, ഹിന്ദുസ് ആകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കല്യാണം ലേറ്റ് ആവുമല്ലോ. ഹിന്ദുസ് ആകുമ്പോൾ അവളിൻ്റെ ഒരു വയസ്സിന് ഇളയതാണ്. അങ്ങനെ അവൾക്ക് ഞാനൊരു വാച്ചാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. വാച്ചായിരുന്നു. അപ്പോൾ വാച്ച് അയാൾ ബോക്സ് ചെയ്യാണ്. ഞാൻ KCൻ്റെ വാച്ചാട്ടോ എടുത്തിട്ടുള്ളത്. 400 സംതിങ് റേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് അവിടുന്ന് ബോക്സ് ആക്കിയിട്ട് അയാൾ അതിന് പറ്റിയിട്ടുള്ള ക്ലോത്ത് അവിടുന്ന് കട്ട് ചെയ്തെടുക്കണം. ക്ലോത്തല്ല, സോറി, റാപ്പ് അവിടുന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ട് പൊതിഞ്ഞിട്ട് വേണം ഇവിടുന്ന് തന്നെ വേറെ ഷോപ്പ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, ഞാനൊരു ബാഗും അതുപോലെ തന്നെ ഒരു വാച്ചും കൊടുക്കാനായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ മൂപ്പരോട് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞ് ബാഗ് ഇവിടെ നോക്കിയിട്ടൊന്നും നല്ലതൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ വെറുതെ പിന്നെ പൈസ കൊടുത്തിട്ട് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് ഏതെങ്കിലും കൊണ്ടെടുത്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അപ്പം അയാൾ അവിടെ നിന്നിട്ട് റാപ്പ് കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ. അങ്ങനെ പിന്നെ മൂപ്പരതൊക്കെ ഒട്ടിച്ച് തന്നേ. അങ്ങനെ പിന്നെ ഞാൻ ആ ഒട്ടിച്ചത് ബില്ല് ചെയ്തുകൊണ്ട് ആ പൊതിയാക്കിയത് പാക്കാക്കിയ ഗിഫ്റ്റായിട്ട് ഞാൻ ബില്ല് ക്യാഷ് കൊടുത്ത് പോയി. ഇത് അടുത്ത ഷോപ്പിലാട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗാട്ടോ അവൾക്ക് വാങ്ങാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ബാഗാട്ടോ എടുത്തിട്ടുള്ളത്. കല്യാണമൊക്കെ കഴിഞ്ഞ് പുതുമോടിയൊക്കെയല്ലേ, അപ്പോൾ ഇങ്ങനത്തെ ബാഗിനേക്കാളും ആവശ്യം കൂടുതൽ. അപ്പം ഞാൻ എനിക്കിങ്ങനെ കണ്ടപ്പോൾ, ഈ ഒരു പെട്ടി കണ്ടപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല വിടുത്തുള്ള പെട്ടിയിലല്ലേ സാധനം, എല്ലായിടത്തും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. ഇനിയിപ്പോൾ എൻ്റെത് കുറഞ്ഞു പോയോ, കാരണം ഞങ്ങൾ മൂന്നാളും അത്രയ്ക്കൊരു ഫ്രണ്ട്സായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു ഡൗട്ട്, എൻ്റെത് കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട്. എന്നാലും നമ്മളെ കയ്യിൽ എന്താണുള്ളത് അതനുസരിച്ചല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ മൂപ്പര് അതും ഗിഫ്റ്റ് ചെയ്തു. അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ ഗിഫ്റ്റും ഇതും രണ്ടും കൂടെ ഒരു ബോക്സിൽ ഞാൻ ബോക്സ് ആക്കിയതാട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ ഒന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. മൂപ്പരം കൊണ്ട് പൊതിപ്പിച്ചിട്ടാണ്. പക്ഷേ അങ്ങനത്തെ ഇതിനൊന്നും ഒരു ക്യാഷ് എക്സ്ട്രാ വാങ്ങണില്ല കേട്ടോ. പിന്നെ എനിക്ക് 20 ഞാനിത് അടുക്കാൻ പറഞ്ഞതായിരുന്നു. എന്നിട്ട് അന്ന് കുട്ടീനായിട്ട് പോയി. ഇനി അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് മാറ്റിച്ചിട്ട് വേണം പിന്നെ കല്യാണത്തിന് പോകാൻ. കല്യാണം 10, 11, 12 മണീൻ്റെ ഇടയിൽ അവർ മുഹൂർത്തം കഴിയുള്ളൂ. ഇതാണ് ഫൈനൽ ഡ്രസ് ഉടുപ്പിൻ്റെ. അപ്പോൾ ഞാനിതല്ലായിരുന്നു, ഇങ്ങനത്തെ അല്ലായിരുന്നു ഉടുപ്പ് അടുപ്പിച്ചിരുന്നത്. പക്ഷെ അപ്പം പിടിച്ചിട്ട് എങ്ങനെയൊക്കെയോ പെട്ടെന്ന് ഫാസ്റ്റ് ആക്കിയിട്ട് ചെയ്തെന്നാണ് ആ താത്ത. അങ്ങനെ പിന്നെ സദ്യ ഇരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സെക്കൻഡ് ട്രിപ്പോ അതോ തേർഡ് ട്രിപ്പാണ് തോന്നണേ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ എൻ്റെ ഫ്രണ്ടും എൻ്റെ മിസ്സും ഇരുന്നു. പിന്നെ സെക്കൻഡ് ട്രിപ്പിൽ ഞാനും പിന്നെ ബാക്കിയുള്ള 2 ഫ്രണ്ട്സാളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പിന്നെ ഞങ്ങൾ മക്കളെ ഹൗസിനായിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ സദ്യയൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരിങ്ങനെ വരിക്ക് ഇങ്ങനെ കൂട്ടാനും സൈഡ് ഡിഷായിട്ട് ഓരോന്നിങ്ങനെ ഇട്ട് വന്നപ്പോൾ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നിങ്ങനെ ഇട്ടെന്നപ്പോൾ വരിക്ക് ഇങ്ങനെ പോകണം ഓരോ കൂട്ടാനായിട്ടാണ്. അപ്പോൾ ഇത്രയും കൂട്ടാനും പിന്നെ ചോറും പപ്പടവും എന്തൊക്കെയോ കൂട്ടാൻ, എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല. ഇത് കഴിച്ചവർക്ക് ഏകദേശം ഇതിൻ്റെ പേരൊക്കെ അറിയുണ്ടാവും. പിന്നെ നമ്മളെ പുതുനാരിൻ്റെയും മണവാളിൻ്റെയും മണവാട്ടിൻ്റെയും ഫോട്ടോ ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ കിട്ടാൻ ലേറ്റായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് കൊടുത്തത് കേട്ടോ. ഇന്നലെ കല്യാണം കഴിഞ്ഞ് വൈകുന്നേരം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ലാസ്റ്റ് വെച്ചത് ഫോട്ടോ. അപ്പോൾ പിന്നെ പപ്പടം. പിന്നെ ഇത് എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് പറഞ്ഞിരിക്കുന്നത്. അവൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ എനിക്കായിട്ട് കൊണ്ടുവന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് ആട്ടോ, മസ്കിൻ്റെ പെർഫ്യൂം. അപ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ആ ഗിഫ്റ്റ് കൊണ്ടുവന്ന് വീട്ടിലൊന്ന് തുറന്ന് നോക്കിയപ്പോൾ മസ്കിൻ്റെ പെർഫ്യൂം ആട്ടോ. മസ്കിൻ്റെ പെർഫ്യൂം എന്ന് പറയാൻ പറ്റില്ല, അത്ര നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. വീട് മൊത്തം നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പടിച്ചിട്ട് കേട്ടോ. അപ്പോൾ ആ പെർഫ്യൂം ബെഡിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ഇതാണ് നമ്മൾ മണവാളിനും മണവാട്ടി. ഇങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ.